ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോകൾ പറയുന്നത് മാരുതി സുസുക്കി വാഗണർ പഴയ മോഡൽ 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് തീരെ വലിവില്ല. അതുപോലെ തന്നെ വണ്ടി മൂവ് ആവുന്ന അവസരത്തിൽ ഫസ്റ്റ് അല്ലെങ്കിൽ വണ്ടി എടുക്കുന്ന അവസരത്തിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ജെർക്ക് ചെയ്താണ് വണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫീലാണ് വണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളമൊക്കെ തിരിഞ്ഞിച്ചിരി കയറ്റമൊക്കെ ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ, കയറ്റം ഇല്ലെങ്കിൽ പോലും വളമൊക്കെ തിരിഞ്ഞ് നമ്മൾ ഗിയർ അപ്പോൾ 4th നിന്ന് 3rd ഡൗൺ ചെയ്യുന്ന അവസരത്തിൽ അല്ലെങ്കിൽ 3rd നിന്ന് 2nd ഡൗൺ ചെയ്തിട്ട് നമ്മൾ പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി പോകുന്ന ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കുത്തിയാണ് പോകുന്നത്. ആ ഒരു ഫീൽഡിലാണ് വണ്ടി പോകുന്നത്. നല്ല രീതിയിൽ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തൊന്ന് ക്ലച്ച് ഒന്ന് താങ്ങി ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ലെവലായിട്ട് പോകും. പക്ഷേ സ്പീഡിൽ നമുക്കതറിയില്ല. ഗിയർ എപ്പോൾ ഡൗൺ ചെയ്യുന്നു ആ ടൈമിൽ നമുക്ക് ആ ഒരു കുത്തി പോകണമെന്നുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ പറഞ്ഞത് ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ക്ലച്ച് മാറിയിട്ടുണ്ട് എന്നാണ് കസ്റ്റമർ പറഞ്ഞത്. പക്ഷേ എന്നിട്ടും കംപ്ലയിൻറ്റ് മാറിയിട്ടില്ല. അങ്ങനെയാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുള്ള് പെട്ടെന്ന് ഒരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഒരു വെട്ടി പിടിക്കുന്ന പോലുള്ള ഒരു ഫീല് സൈലൻസറി നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കൂടുതലായിട്ടും കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇഗ്നിഷൻ കോയിലിൻ്റെ സ്പാർക്ക് വരുന്നുണ്ടെന്ന് നോക്കണം. ആദ്യം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുൾ റേസ് കൊടുക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ തന്നെ നമ്മൾ കയ്യിലോട്ട് നോക്കുമ്പോൾ ടക്ക് 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 എന്ന ആ സൈലൻസിൻ്റെ വൈബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടക്ക് ടക്ക് എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. ചെറിയ രീതിയിലുള്ള ഒരു ടക്ക് ടക്ക് എന്നുള്ള ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് റേസ് ചെയ്യാം. ഒന്ന് ഫുൾ ത്രോട്ടിൽ പെട്ടെന്ന് കൊടുത്തിട്ട് വിട്ടേ. ഹലോ, ഫുൾ ത്രോട്ടിൽ പെട്ടെന്ന് കൊടുത്തിട്ട് വിടുമ്പോൾ പമ്മിയാണ് ഇപ്പോൾ വണ്ടി കിട്ടുന്നത്. ഒന്നുകൂടെ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് വിട്ടേ. ഉണ്ടോ? ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് പെട്ടെന്ന് വിട്. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത സമയത്ത് ഒരു വെട്ടി പിടിച്ച പോലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫീൽ. ഒന്നുകൂടെ കൊടുത്തിട്ട് വിട്ടേ. കണ്ടോ, ഈ ഒരു ഫീലാണ് വണ്ടി നമ്മൾ ഓട്ടത്തിൽ ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് 3rd അല്ലെങ്കിൽ 2nd ഇട്ടിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ ഒരു പൊപ്പ് എന്നുള്ള ഒരു ഫീൽ കിട്ടുന്നതുകൊണ്ടാണ് എഞ്ചിന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് വണ്ടി അങ്ങ് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വലിയ വ്യത്യാസവും വണ്ടിക്ക് ഉണ്ട്. ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുത്തിട്ട് വിട്ടേ. ഈ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിലിൻ്റെ കറണ്ടും കാര്യങ്ങളും നോക്കാം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കാണ്. നമുക്ക് ഈ കോഡ് വയറിൽ നിന്നും കറണ്ട് വരുന്നുണ്ടെന്ന് മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിലിണ്ടർ മിസ്ഫയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സൈലൻസറിൻ്റെ അവിടെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു വിട്ടുള്ള പിടുത്തം അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ സ്പാർക്കിൻ്റെ അളവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്പാർക്ക് ഇതിനകത്ത് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇത് കയറ്റിയിട്ടു. നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൽ നോക്കുമ്പോൾ അതേ അളവിലുള്ള സ്പാർക്ക് നമുക്ക് വെളിയിൽ നിന്ന് ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ കയറ്റിയിട്ടു. അപ്പോൾ ഇനി നമുക്ക് ചെക്കേണ്ട ഈ ഒരു ഇഗ്നിഷൻ കോയിലാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കറണ്ട് വരുന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഫസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ അഴിക്കേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്റർ അഴിക്കാനായിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്. ഈ ഒരു ക്ലിപ്പ് നമുക്ക് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു കപ്പ് ഊരിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പ്ലഗ് ഒന്ന് ഈ ഒരു പ്ലഗ് കറക്റ്റായിട്ട് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ കവർ അങ്ങോട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർ ലൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു സ്റ്റാർ ലൂസ് ചെയ്ത് വിടുക. ഈ സ്റ്റാർ ലൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു കപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിമൂവ് ചെയ്താൽ മതിയാവും. ഇത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറ്റി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു 10ൻ്റെ ബോൾട്ടാണ് അഴിക്കേണ്ടത്. ഈ 10ൻ്റെ ബോൾട്ട് നമ്മൾ അഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു കപ്ലെയർ ഉണ്ട്. ഇവിടെ ഒരു കപ്ലെയർ ഉണ്ട്. ഈ കപ്ലെയർ നമുക്ക് ഊരിവിടേണ്ടതായിട്ടുണ്ട്. ഈ കപ്ലെയർ നമ്മൾ ഊരിവിട്ട് ഇനി പ്ലെയർ ഉപയോഗിച്ച് ഈ ഓസിൻ്റെ ക്ലിപ്പ് മാറ്റുക. കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എയർ ഫിൽറ്ററിങ് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. കപ്പ് അങ്ങോട്ട് മാറ്റി ജസ്റ്റ് ഒന്ന് ഇക്കി കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഊരിവിട്ടു. അതിനുശേഷം ജസ്റ്റ് പൊക്കിക്കഴിഞ്ഞാൽ ഈ എയർ ഫിൽറ്റർ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു കോഡ് വയർ ജസ്റ്റ് ഊരി വിടുക.
ഈ ഒരു കോഡ് വയർ ജസ്റ്റ് ഊരി വിടുക. അതുപോലെ തന്നെ ഇവിടെ വരുന്ന കപ്ലയർ ഊരി വിടുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഊരിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കോയിലിൽ ഇഗ്നിഷൻ കോയിലിൽ 4 ബോൾട്ട് വരുന്നുണ്ട്, അത് ഊരിയെടുക്കുക. ഈ നീളത്തിലുള്ള ബോൾട്ടായിരിക്കും വരുന്നത്. ഇതിന് 2 ഇഗ്നിഷൻ കോയിലാണ് വരുന്നത്. അപ്പോൾ 4 ബോൾട്ട് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് ജസ്റ്റ് പൊക്കുക. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയതിൻ്റെ പാടും തുരുമ്പും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും നമുക്ക് ഈ 2 ഇഗ്നിഷൻ കോയിലും നമ്മളിപ്പോൾ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിൻ്റെ സ്പാർക്ക് പ്ലഗ് അഴിച്ചെടുക്കണം. ഈ 4 സ്പാർക്ക് പ്ലഗ് നമുക്ക് അഴിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ബോക്സ് 16 mm ബോക്സാണ് ഇതിൽ വരുന്നത്. ഒരു 15 രാഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാച്ചറ്റും എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ 4 സ്പാർക്ക് പ്ലഗും ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിൻ്റെ കപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പാർക്ക് പ്ലഗ് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സ്പാർക്ക് പ്ലഗ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇതിനകത്ത് വെള്ളം ഇറങ്ങി ഷോർട്ടായതിൻ്റെ പാടും കാര്യങ്ങളും ഇതിൽ ഉണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് ഊരിയെടുക്കാം. ഇതും അതേപോലെ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് കാലങ്ങളായിട്ട് ഈ സ്പാർക്ക് പ്ലഗ് ജസ്റ്റ് ഒന്ന് അഴിച്ചു പോലും നോക്കിയിട്ടില്ല. ഇത് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതും അതേപോലെ തന്നെയാണ്, ഫുള്ളായിട്ട് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ്. ഇതും അതേപോലെയാണ്. അപ്പോൾ ഇതാണ് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും സ്പാർക്ക് പ്ലഗ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ബാക്ക് അടിച്ച പാടും അതുപോലെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് കാലങ്ങളായിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് കറക്റ്റായിട്ട് അഴിച്ച് നോക്കിയിട്ട് പോലും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് മാറ്റിവിടാം. നമ്മളിപ്പോൾ പുതിയ സ്പാർക്ക് പ്ലഗ് എടുത്തിട്ടുണ്ട്. NGKയുടെ സ്പാർക്ക് പ്ലഗ്. ഈ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇടുന്ന അവസരത്തിൽ നമ്മൾ ജസ്റ്റ് ഈ ഭാഗം ഇങ്ങനെ സ്പാർക്ക് പ്ലഗ് നേരെ കൊണ്ട് ഇടരുത്. അങ്ങനെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ടിപ്പ് അവിടെ പോയി മുട്ടിയിട്ട് ഇത് നമ്മൾ അടുത്തിരിക്കും, മിസ്സിങ് കാണിക്കും. വണ്ടിയിൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് മാറി എന്നും പറഞ്ഞുകൊണ്ട് മിസ്സിങ് മാറാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇങ്ങനെ കൊണ്ട് ഇടരുത് ഒരിക്കലും. സ്പാർക്ക് പ്ലഗ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് പെതുക്കെ താഴോട്ട് കൊണ്ട് ഇറക്കി വിടുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ടിപ്പ് പോയിട്ട് അവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ മുട്ടിയിരിക്കും, സ്പാർക്ക് കിട്ടാണ്ട് വരും, എഞ്ചിൻ മിസ്ഫയറിങ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 സ്പാർക്ക് പ്ലഗ് നമുക്ക് ടൈറ്റ് ചെയ്ത് ഇടാം. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഹെഡൊക്കെ അഴിക്കേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ കൈകൊണ്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഓക്കെ, ഇത്രയും ടൈറ്റ് പാടുള്ളൂ സ്പാർക്ക് പ്ലഗിന്. ഇനി നമുക്ക് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിലും കാര്യങ്ങളും കൊടുക്കാം. നമുക്ക് ആ ചെറിയ ഇഗ്നിഷൻ കോയിലിൻ്റെ ചെറിയ കോഡ് വയർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വലുത് വരുന്നത്
ഈ ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ അഴുക്കായതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ലോക്ക് ചെയ്യുക, ജസ്റ്റ് ഇതിലോട്ടൊന്ന് കയറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്ത് ഇറക്കി വിടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബോൾട്ട് ഇടാം. ഈ ബോൾട്ടും ഈ പറഞ്ഞ പോലെ ഓവർ ടൈറ്റ് ഒരിക്കലും ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡി പൊട്ടിപ്പോകാൻ, വാൾവ് ബോഡി പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാകും. കാരണം ഇത് അലൂമിനിയം അലോയിയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കപ്ലർ കൊടുക്കാം. ജസ്റ്റ് കയറ്റി വെക്കുക, പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കയറ്റി വെക്കുക, പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. എയർ ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു 2 ലെഗ് ഉണ്ട്. ഈ 2 ലെഗ് ഈ ഹോളിലാണ് കറക്റ്റായിട്ട് കയറി പോകുന്നത്. അപ്പം ഹോള് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലെഗ് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ വൈബ്രേഷനിൽ ഈ എയർ ഫിൽറ്റർ കിടന്ന് അടിക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വയർ നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചു. ജസ്റ്റ് ഈ വയർ ആദ്യം കൊടുക്കുക, ഈ ഹോസ് ആദ്യം കൊടുക്കുക. ഹോസ് നമ്മൾ കൊടുത്തു, നമുക്ക് ക്ലിപ്പിടാം. അതിനുശേഷം നമ്മൾ ഈ ഹോസ് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഈ ലോക്ക് കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കൊണ്ട് ഇടുക. ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്, ഇവിടെയും ഒരു ലോക്ക് വരുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഈ കപ്ലർ, ഈ ഹോസ്, എയർ ഫിൽറ്ററിൻ്റെ ഹോസ് കയറ്റിയിടുക. ഇത് ഇവിടെയാണ് കണക്റ്റായിട്ട് വരുന്നത്, ഇത് കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി നമുക്കിവിടെ 10-ൻ്റെ ബോൾട്ട് ഇടാം. നമ്മൾ ഇപ്പോൾ ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അത് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഹോസിൻ്റെ ക്ലിപ്പ് കറക്റ്റായിട്ട് കയറ്റിയിടുക. മാക്സിമം നമ്മൾ എപ്പോഴും ഒരു ഹോസ് ക്ലിപ്പ് ഇടുമ്പോൾ പഴയ പൊസിഷനിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. നമുക്ക് ഇതിൻ്റെ വയർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ ഈ 10 ടൈറ്റ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ 10 ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഹോസ് കൊടുത്തു, സ്റ്റാർ ടൈറ്റ് ചെയ്യും. ഇനി ഇവിടെയാണ് ടൈറ്റ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ അയച്ചിട്ടില്ല, ഏതായാലും ജസ്റ്റ് ടൈറ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും നമ്മളിങ്ങോട്ട് വലിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും കപ്ലെയർ ലൂസായിരിക്കുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിടാം. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ ഒരു ചെറിയൊരു മൈന്യൂട്ട് വൈബ്രേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ വൈബ്രേഷൻ ഇവിടെ നമുക്ക് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ സൈലൻസറിൻ്റെ ഭാഗത്ത് പോയിട്ട് നല്ല ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സൈലൻസറിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് റേസ് ചെയ്ത് വിട്ടേ, റേസ് ചെയ്ത് വിട്ടേ. ഇപ്പോൾ നമ്മൾ റേസ് ചെയ്യുന്ന ആ സമയത്ത് ആ ഒരു നേരത്തെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് റേസ് കട്ടകടാന്നുള്ളൊരു സൗണ്ടും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സൗണ്ട് നമുക്കത് കേൾക്കാനായിട്ട് ഇല്ല. ഒന്നുകൂടെ റേസ് ചെയ്ത് വിട്ടേ. ഇപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നു. ഒന്നുകൂടെ റേസ് ചെയ്ത് വിട്ടേ. ഓക്കെ, ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പോകുമ്പോൾ ഉള്ള കുത്തൽ, അതുപോലെ തന്നെ വലിവ് കുറവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയുടെ കംപ്ലൈൻറ്റ്. സ്പാർക്ക് പ്ലഗ് നമ്മൾ കണ്ടതാണ്. ഈ സ്പാർക്ക് പ്ലഗ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായതാണ്. നമ്മൾ ഇതുവരെ അഴിച്ചു നോക്കിയിട്ട് പോലില്ല ഈ സ്പാർക്ക് പ്ലഗ്. ഓക്കെ, അപ്പോൾ മാരുതി സുസുക്കി വാഗണറിൻ്റെ പെട്രോൾ വണ്ടികൾ ഏത് വണ്ടിയായാലും സ്പാർക്ക് പ്ലഗ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുത്തൽ ഫീൽ ചെയ്യും. പല സിംറ്റംസിൽ ചില കാര്യങ്ങൾ കാണിക്കും. ചിലപ്പോൾ നമുക്ക് എൻജിൻ വൈബ്രേഷൻ വലുതായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ അത് സൈലൻസറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴൊക്കെ വൈബ്രേഷനും കാര്യങ്ങൾ എയർ വിട്ടടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പാർക്ക് പ്ലഗുമായിട്ട്
ബന്ധപ്പെട്ട് കൂടുതലായിട്ടും കിടക്കുക. അതൊന്ന് ചെക്ക് ചെയ്യുക. സ്പാർക്ക് പ്ലഗ് ശരിക്കും പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്റർ അയച്ച് ക്ലീൻ ചെയ്യുന്നത് തന്നെ നല്ലതാണ്. കാരണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോഴായിരിക്കും നല്ല മിസ്സിങ് വന്നിട്ട് വണ്ടി ഓഫായി പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് സ്പാർക്ക് പ്ലഗ് കഴിച്ച് ക്ലീൻ ചെയ്തിരുന്നത് അതിൻ്റെ കണ്ടീഷൻ നോക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ മാരുതി സുസുക്കി വാഗണർ ഓൾഡ് മോഡലിൻ്റെ വൈബ്രേഷന്, പിക്കപ്പ് ലോയെ, അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു കുത്തലിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.